ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് വാഴയില, ബനാന ലീഫ്, ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറയാനായിട്ട് ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ ഉഷാറ് കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴപ്പിണ്ടിയും വാഴപ്പൂവും പച്ചക്കായും വാഴപ്പഴവും വാഴക്കിഴങ്ങിന്റെയും എല്ലാ ഗുണങ്ങളും പറയാനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക കേട്ടോ. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പതിവ് പോലെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പൊ ആദ്യമായിട്ട് വാഴ ഇലയുടെ ഗുണങ്ങൾ പറയാം. വാഴയില നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക? ഇപ്പോൾ ഉള്ളവർക്ക് അറിയുമെന്നറിയില്ല. പണ്ട് കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഭക്ഷണപ്പൊതി ഉണ്ടാക്കണമെങ്കിൽ ഈ വാഴയില ഒന്ന് വാട്ടിയിട്ട് അതിൽ ഇഡ്ഡലിയൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറ് പൊതിഞ്ഞു കൊണ്ടുപോവുക. അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ സ്മെല്ല് ഒന്ന് വേറെ തന്നെയാണ്. ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയുള്ളൂ. പക്ഷെ പുതിയ തലമുറക്കാർക്ക് അതൊരു ഭാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ആ ഇല ഇങ്ങനെ കനലിൽ കാട്ടി അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലെയിമിൽ കാട്ടിയിട്ടായാലും ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ രാവിലെ അതിൽ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ആ സാമ്പാറും കൂട്ടി അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയോ? ടേസ്റ്റ് മാത്രമല്ല, ഇതിൽ വേറെയും ഗുണങ്ങളുണ്ട്. അതായത് ഇതിൽ പോളിഫിനോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് അതിസ്ഥൗല്യം, ഡയബറ്റീസ്, BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത്തരം സംഗതികളൊക്കെ ഇല്ലേ, ഇതൊക്കെ തടയുന്നതിന് വേണ്ടതായ ഒന്നാന്തരം ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ പോളിഫിനോൾ. അത് അടങ്ങിയിട്ടുണ്ട് ഈ വാഴയിലയിൽ. അപ്പൊ അത് ഈ ചൂടുള്ള ഒന്ന് ഇല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഈ ചൂടോടെ ഈ ഭക്ഷണം അതിൽ വിളമ്പി പൊതിഞ്ഞു കെട്ടി അത് കുറച്ച് സമയം സൂക്ഷിച്ച് പിന്നീട് അത് കഴിക്കുമ്പോൾ ആ പോളിഫിനോൾ, ആ ആന്റി ഓക്സിഡൻസിന്റെ അംശം അതിലേക്ക് കിട്ടുകയും അത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുക. അതുവഴി നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി കൂടുക. എന്തൊരു രസമല്ലേ? അതിന് സാധ്യതയുണ്ട്. അതൊരു സംഗതി. പിന്നെ അത് മാത്രമല്ല, ഈ ഇലയ്ക്ക് ഇങ്ങനെ ഭയങ്കര ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. അപ്പൊ അതുവഴി നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുള്ള ആ വിഷാംശങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന്, തടയുന്നതിന്, ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് രണ്ട് പ്രധാന കാര്യം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ക്യാൻസർ പോലും തടയുന്നതിന് ഉപകാരപ്രദമായ സംഗതികളാണ് ഈ പോളിഫിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഹൃദ്രോഗത്തിന് തടയുന്നതിന്, ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന് ഒക്കെ ഈ പോളിഫിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിന് കഴിവുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾ പൊതിഞ്ഞു കൊണ്ടുപോകാനാണ് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ആയുർവേദ ചികിത്സയിലും ചില ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഈ തളമൊക്കെ വെക്കും. തളം വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മാനസിക രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. അത് മാത്രമൊന്നുമല്ല, ഈവൻ മുടി കൊഴിച്ചിലിന് പോലും, ഉറക്കില്ലായ്മയ്ക്ക് പോലും, അല്ലെങ്കിൽ തലയിൽ ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന സോറിയാസിസോ ഇന്ദ്രലുപ്തം, ഈ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന രോഗാവസ്ഥയില്ലേ, ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ തല പൊതിച്ചിൽ എന്ന് പറഞ്ഞൊരു ചികിത്സ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇനി ഇതൊന്നും വേണ്ട, ധാരയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഇത് വെക്കും, തളം വെക്കും, എന്നിട്ട് ഒരു വാഴയില കൊണ്ട് പൊതിഞ്ഞ് കെട്ടി വെക്കും. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ തല പൊതിച്ചിലിന് ആ തല പൊതിയാനായിട്ട് ഉപയോഗിക്കുന്നത് വാഴയിലയാണ്. അതുപോലെ ഉപനാഹം കെട്ടിവെക്കും. നമ്മൾ ഈ വാദ സംബന്ധമായ ചികിത്സകൾക്ക്, സന്ധിഗതവാദം, രക്തവാദം, ആമവാദം, ഇത്തരം രോഗാവസ്ഥകൾ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്യില്ലേ, കിഴിയോ പിഴിച്ചിലോ വസ്തി അതൊക്കെ ചെയ്ത് ഇലക്കിഴിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാന ഘട്ടത്തിൽ ആ നല്ലരിക്ക സമയത്ത് നല്ലരിക്കയിൽ ഉപനാഹം എന്ന് പറഞ്ഞൊരു ചികിത്സ ചെയ്യും. അതായത് ഉപനാഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള മരുന്നുകൾ അരച്ച് ഒരു ശീലയിൽ പുരട്ടി അത് അഫക്റ്റഡ് ഏരിയാസ്, നീ ജോയിന്റ്സിലോ ഏതേത് സന്ധികളിലാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതിഞ്ഞ് കെട്ടിവെക്കും. എന്നിട്ട് അതിന്റെ മീതെ ആ ചൂട് വന്ന് പുഴുകണം ഒരു രാത്രി മുഴുവൻ. ആ പുഴുക്കുണ്ടാവാനും ഈ ഇലയുടെ ഗുണങ്ങൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്നിഗ്ധാംശം അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്, ഒരു പുഴുക്കം അനുഭവപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ആവണക്കിന്റെ ഇല അല്ലെങ്കിൽ വാഴയിലയാണ് പൊതുവെ അതിനായിട്ട് ഉപയോഗിക്കുക. എന്താ വെച്ചാൽ വലിയ ഇലയും അല്ലേ, അപ്പൊ അത് വെച്ച് പൊതിഞ്ഞ് കെട്ടുന്നതിനായിട്ട് ഉപയോഗിക്കും. ഇങ്ങനെ ചില ഉപയോഗങ്ങൾ കൂടി ഉണ്ട് വാഴയിലേക്ക്. ഓക്കെ, ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇപ്പൊ വാഴയില ജ്യൂസ് വരെ അടിച്ചു തുടങ്ങി. ഒന്നുമില്ല, ഇളം വാഴയില ഒരു ചെറിയ കഷ്ണം, 1-2 കഷ്ണം കീറിയെടുക്കുക, അതിലൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പകുതി ചെറുനാരങ്ങയും 1-2 മിന്റ് പുതിനയിലയും കൂടി പൊട്ടിച്ചിട്ടിട്ട് വെള്ളവും കൂട്ടി അങ്ങ് മിക്സിയിൽ അടിക്കുക. ഇച്ചിരി പഞ്ചസാരയും ചേർക്കും. നല്ല ടേസ്റ്റ് അത്രേ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ആന്റി ഓക്സിഡൻസിന്റെ ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വരെ ഇപ്പോ ഉപയോഗിച്ചു തുടങ്ങിയ അർത്ഥം. അപ്പൊ അത്രയും പോപ്പുലറാണ് ഈ സംഗതി. അപ്പോൾ ഇത് നമ്മുടെ ശുദ്ധമായ വാഴയിലയുടെ കാര്യം പറഞ്ഞേട്ടോ. ഇപ്പൊ പല പ്ലാസ്റ്റിക് ഇലകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആ പ്ലാസ്റ്റിക്കിലേക്ക് നമ്മൾ ഈ ചൂടുള്ള ഭക്ഷണ പദാർത്ഥം വിളമ്പി കഴിയുമ്പോൾ ആ പ്ലാസ്റ്റിക് അതിൽ അലിഞ്ഞു ചേരുക, അതുവഴി അത് ആ വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇല ഉപയോഗിക്കുന്നതായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ ഇത് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മറ്റു മാർഗങ്ങളെ നമ്മൾ ആശ്രയിച്ചു തുടങ്ങി. ഓക്കെ, പക്ഷെ ഒരു സംഗതി ഓർക്കണം കേട്ടോ, ഈ വാഴയില നല്ല ശുദ്ധമായ ഇലയാവണം. അല്ലെങ്കിൽ അതിലും നമ്മുടെ കണ്ണടിച്ചു പോകുന്ന ജാതി മരുന്നുകൾ, വിഷ പദാർത്ഥങ്ങൾ അടിച്ചിട്ടുള്ള, പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുള്ള വാഴയിലാണെങ്കിൽ ഗുണത്തിന് പകരം ദോഷം ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വാഴയില നമ്മുടെ വീട്ടിൽ മറ്റു വിഷപദാർത്ഥങ്ങൾ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അത് ഉപയോഗിച്ച് വേണം ഉപയോഗിക്കാനായിട്ടൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഇത്തരം ഗുണങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് മാത്രമല്ല,
ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല വാഴപ്പഴം, അതുപോലെ കായ, അതുപോലെ വാഴപ്പൂവ്, വാഴപ്പിണ്ടി, പിന്നെ വാഴയുടെ കായ, കിഴങ്ങില്ലേ, ഇതൊക്കെ ഉപയോഗ ഗുണമുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്ന് വിശദമായിട്ട് പറയാം. എന്താണെന്നറിയോ? അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടി അതായത് മധുര രസമാണ് ഇതിന്റെ പഴത്തിന്. പഴത്തിന് മധുര രസമാണ്, സ്നിഗ്ധ ഗുണാണ്, ശീതവീര്യമാണ്, മധുര വിഭാഗമാണ്. ഓക്കെ, ഈ പഴത്തിന് പകരം വാഴപ്പഴത്തിന് പകരം കായാണെങ്കിൽ, കായ പഴുക്കുന്നതിന് മുമ്പത്തെ അവസ്ഥയാണെങ്കിൽ ഈ മധുരരസത്തിന് പകരം തിക്തരസമാണെന്ന് മാത്രം. ഓക്കെ, തിക്തരസമായിരിക്കും, അത് പഴുക്കുമ്പോൾ മധുരരസമായിട്ട് മാറും. ശീതവീര്യം, സ്നിഗ്ധ ഗുണം, മധുര വിഭാഗം, ഇതാണ് ആയുർവേദ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഴത്തിനൊന്ന് തുടങ്ങാം അല്ലെ? പഴമല്ല എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം. അപ്പൊ പഴം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓണത്തിന് നല്ല വായിൽ വെള്ളം തെളിയുന്നു. ഓണക്കാലത്ത് ഇങ്ങനെ വാഴപ്പഴം ഇഷ്ടം പോലെ, നേന്ത്രപ്പഴം, ഏത്തപ്പഴം, അതിപ്പോ ചങ്ങാരിക്കോടൻ എന്നൊക്കെ വിളിച്ചിട്ട് പല ടൈപ്പ് ഉണ്ടല്ലോ. റോബസ്റ്റ് ഉണ്ട്, പൂവൻകുടൻ ഉണ്ട്, രസതാളി ഉണ്ട്, പാളയംകുടൻ, പൂവൻ, കദളി, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് എന്തത്ര വെറൈറ്റി ഉണ്ടാവാൻ കാരണം എന്നറിയോ? ഏറ്റവും പുരാതനമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള പഴം വാഴപ്പഴം. മറ്റു പഴങ്ങളൊക്കെ പിന്നീട് ആണ് അത് കൂടുതലായിട്ട് ഉപയോഗത്തിൽ വന്നതും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്നു, വിളവെടുക്കുന്നു, ഉപയോഗിക്കുന്നു മാത്രമാണ്. പക്ഷെ വാഴപ്പഴം കോമൺ ആയിട്ട് ബനാന യൂണിവേഴ്സ് വേൾഡ് മുഴുവൻ അത് പോപ്പുലർ ആണ്, അത് ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയാ കാരണം എന്നറിയോ? ഇതിന്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. അതായത് ഇതിൽ പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ അത് കൂടാതെ ഫൈബർ റിച്ച് ആണ്, ഫൈബർ ധാരാളം ഉണ്ട്, സെർട്ടൻ പെർസെന്റ് ഷുഗർ ഉണ്ട്, ശരിയാണ്. അതുപോലെ സ്റ്റാർച്ച് ഉണ്ട്, ഒരു 10-22% സ്റ്റാർച്ചും ഒരു 10-16% ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ? നമുക്ക് ഈ വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നവരില്ലേ, അതിസ്ഥൗല്യം, അപ്പൊ ഒരു നേരം ഭക്ഷണമായിട്ടൊക്കെ ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ പോലെ തോന്നും. ഒത്തിരി ഭക്ഷണം പിന്നെ കഴിക്കേണ്ടി വരില്ല. ഇപ്പൊ ഡിന്നറൊക്കെ ആയിട്ട് 1-2 പഴം മാത്രം കഴിച്ചാലും മതി എന്നർത്ഥം. ഓക്കെ, അപ്പൊ വയറ് നിറയും ചെയ്യും. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. വിശപ്പ് കെടുകയും ചെയ്യും. അധികം ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. എന്നാലോ നിങ്ങൾക്ക് ക്ഷീണോ മറ്റു സംഗതികളും തളർച്ചയോ തോന്നൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സ്റ്റാർച്ചും ഷുഗറും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പിന്നെ മധുരരസം, മധുര വിഭാഗം, സ്നിഗ്ധ ഗുണം, അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ക്ഷീണമൊന്നും ഉണ്ടാവാൻ തരില്ല. അപ്പൊ അതാണ് പഴത്തിന്റെ ഗുണം. അപ്പൊ ഇതിങ്ങനെ പല വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോ ഇതിനു മുമ്പത്തെ കായയുടെ കാര്യം പറഞ്ഞല്ലോ, കായ്ക്ക് ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ, ഈ തിക്തരസമാണ്. മധുരരസത്തിന് വരും തിക്തരസമാണെന്ന് മാത്രം. ആയുർവേദ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ ശർക്കരപ്പേരി ആയിട്ടും കായ വറുത്തതായിട്ടും തോരൻ വെച്ചും ഒക്കെ കഴിക്കുന്നില്ലേ? അപ്പൊ ആ കായക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇനി ഇതിന്റെ ചില ആയുർവേദ പ്രോപ്പർട്ടീസിലേക്ക്, ആയുർവേദ ഔഷധ ഗുണങ്ങൾ, നമുക്ക് ചികിത്സയ്ക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് പറയണ്ട. ഓക്കെ, പറയാട്ടോ, പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഒരു മിനിറ്റ് സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ കാണാത്തവര്, ഇതിനു മുമ്പ് കാണാത്തവർ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അത് മാത്രമല്ല, വീഡിയോന്റെ അവസാനം 4 പ്ലേലിസ്റ്റുകൾ വരും. മുകളിലൂടെ ഐ ബട്ടണിൽ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ വരും. അതെല്ലാം ഇഷ്ടമുള്ളത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ വാഴപ്പഴത്തിന്റെ കാര്യം പറഞ്ഞു, വാഴ കായയുടെ ഗുണം പറഞ്ഞു, കായ എങ്ങനെ കഴിക്കാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിലും പ്രധാനപ്പെട്ട ഗുണമുണ്ട്. അതിനു മുമ്പ് ഒരു സംഗതി പറയട്ടോ, ഈ പച്ചക്കായയില്ലേ, പച്ചക്കായ ഉണ്ടല്ലോ, നമുക്ക് ഈ മെൻസ്ട്രൽ ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളുണ്ട്. ബ്ലീഡിങ് അതിങ്ങനെ ഇറഗുലർ സൈക്കിൾസ് ആവുക, മെൻസസ് ഇറഗുലർ സൈക്കിൾസ്, ചില സമയത്ത് ബ്ലീഡിങ് കൂടും, ചില സമയത്ത് 14 ദിവസം ബ്ലീഡിങ്, പിന്നെ 2 മാസത്തേക്ക് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കാണുന്ന അവസ്ഥയില്ലേ. ഇത്തരക്കാർ വളരെ ഗുണമായിട്ടുള്ള ഒരു സംഗതിയാണ്. മറ്റ് ചികിത്സയുടെ കൂടെ ഇതും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് മാത്രം മാറുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് ഈ പച്ചക്കായ, കദളിയുടെ അല്ലെങ്കിൽ ഞാലിപ്പൂവിന്റെ ഒക്കെ കായായിരിക്കും നല്ലത്. ആ കായ നല്ല തെങ്ങിൻ ചകര കൂട്ടി അങ്ങോട്ട് അരയ്ക്കുക. ഇത് ഒന്നുകിൽ ഒരു 3 മണിക്ക്, അതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റില്, അതായത് വയറൊഴിഞ്ഞിരിക്കുന്ന നേരമായിരിക്കുന്ന അർത്ഥം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. അപ്പോൾ ഈ ഞാലിപ്പൂവിനെ ബെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ നേന്ത്രക്കായ ആയാലും മതി. അത് ആവശ്യമുള്ള ഒരു കായ മൊത്തം ഒന്നും വേണമെന്നില്ല, ഒരു പകുതിയോ 1/3 എടുത്തിട്ട് അതിലേക്ക് തെങ്ങിൻ ചക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് അത് അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഇറഗുലർ സൈക്കിൾസും മെൻസ്ട്രൽ ബ്ലീഡിങ്ങും എക്സസീവ് ബ്ലീഡിങ്,
കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസത്തേക്ക് കൂടുതൽ സ്ഥിരമായിട്ട് ബ്ലീഡിങ് നിൽക്കുന്നവർ, 7 ദിവസമോ 10 ദിവസമൊക്കെ ബ്ലീഡിങ് കാണുന്നവരുണ്ടെങ്കിൽ ഈ കായൽ തെങ്ങിൻ ചക്കര ചേർത്ത് അരച്ചിട്ട് രാവിലെ വെറും വയറ്റിലോ വൈകിട്ടൊരു 3 മണി 4 മണി സമയത്തോ പതിവായിട്ട് കഴിക്കാമെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഇതാണ് പച്ചക്കായയുടെ ഒരു ഗുണം. ഇനി നമുക്ക് വാഴപ്പൂവിലേക്ക് കിടക്കാം. വാഴപ്പൂവിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന് അനീമിയ, വിളർച്ചേനെ തടയുന്നതിന് സാധിക്കും. അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടതായ ചില ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാഴപ്പൂവില് വാഴമാണം എന്നൊക്കെയാണ് ഇതിന് പറയാ. വാഴപ്പൂവെന്നും വിളിക്കും. പലയിടത്തും പല ദേശത്ത് പല ഭാഷയിലാണ് അറിയപ്പെടുന്നത്. വാഴപ്പൂ എന്ന് പറയുമ്പോൾ കൊടപ്പൻ എന്ന് വിളിക്കില്ലേ, ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ കൊടപ്പൻ എന്നാ പറയാ. വാഴക്കൊടപ്പൻ, അതായത് ആ പൂ കായ വിടുന്നതിന് മുമ്പുള്ള കൊടപ്പനില്ലേ, അപ്പൊ ആ കായമായി കഴിയുമ്പോൾ അതിന്റെ തുമ്പിൽ ഇങ്ങനെ അതിങ്ങനെ കാണാം വാഴപ്പൂ. അതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതിന്റെ പുറത്ത് ഏറ്റവും പുറകിലുള്ള ഇതൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിന്റെ ഉള്ളിലെ ഭാഗം മാത്രം എടുത്ത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ആവിയിൽ വേവിച്ച്, അതിന്റെ വെപ്പും വിദ്യകളൊന്നും എനിക്കറിയില്ല, ഇച്ചിരി ചുവന്നുള്ളിയും കടുകൊക്കെ പൊട്ടിച്ച് നാളികേരമൊക്കെ ചേർത്ത് ഏറ്റവും ചെറുതാക്കി അരിയണം. അതങ്ങോട്ട് തോരൻ വെച്ചിട്ട് ചൂടോടെ അതിന്റെ കൂടെ ഇച്ചിരി ചോറോ കഞ്ഞിയോ ഇച്ചിരി രസവും കാച്ചിയും മോരോ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാൽ എന്താ രസമല്ലേ. ഓക്കെ, അപ്പൊ അതിന് ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനറൽസ് ധാരാളം ഉണ്ട്, ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഈ പോളിഫിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്, നാരുകൾ ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സാധിക്കുന്നുണ്ട്, ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കും, പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സാധിക്കും. ഒപ്പം തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ്, ലുക്കോറിയ, അസ്ഥിയുരുക്കം എന്ന് പറയുന്ന ശ്വേതപ്രതരം എന്ന് സംസ്കൃതത്തിൽ വിളിക്കും. അതേപോലെ രക്തപ്രതരവും, അതായത് ഈ ബ്ലീഡിങ് കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്കാൻഡി മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പോട്ടിങ് കാണുക, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കാണുക, അതല്ലെങ്കിൽ ഈ ലുക്കോറിയ, വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇത്തരം അവസ്ഥയിൽ ഈ വാഴപ്പൂവ് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വാഴപ്പൂവ്, വാഴമാണം എന്ന് പറയും, അല്ലെങ്കിൽ വാഴക്കൊടപ്പൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ തോരനായിട്ട് നിത്യേന അങ്ങോട്ട് കഴിച്ചു ഇത്തരം പ്രശ്നങ്ങളുള്ളവർ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ അനീമിയ, വിളർച്ച, രക്തദൂഷ്യം ഇതിനൊക്കെ കുറയ്ക്കുന്നതിന്, രക്തശുദ്ധി വരുത്തുന്നതിന്, രക്തത്തിൽ അമിതമായിട്ട് അടിഞ്ഞിട്ട് കൂടിയിട്ടുള്ള കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നതിന് ഒക്കെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വാഴ ഇലയുടെ ഗുണം പറഞ്ഞു, വാഴക്കായയുടെ ഗുണം പറഞ്ഞു, വാഴപ്പഴത്തിന്റെ ഗുണം പറഞ്ഞു, വാഴപ്പൂവിന്റെ ഗുണം പറഞ്ഞു. ഇനി വാഴപ്പിണ്ടിയിലേക്ക് വരാം. അതിനുണ്ട് ഗുണങ്ങൾ, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള, ഒരുപാട് വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ വാഴപ്പഴത്തിന്റെ ഗുണങ്ങളൊക്കെ ഈ വാഴ പിണ്ടിക്കുണ്ട്. വാഴത്തണ്ട് എന്ന് വിളിക്കില്ലേ, ആ പോള അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള തണ്ടുണ്ടല്ലോ, ഇതന്നെ ഈ വാഴപ്പിണ്ടി. ഓക്കെ, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ വിളിക്കില്ലേ. ഇത് നമുക്ക് കിഡ്നി സംബന്ധമായ, മൂത്രനാളി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടോ ഇതിന്റെ നീര്, ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് രാവിലെ വെറും വയറ്റിലും വൈകിട്ട് ഒരു 5 മണിക്കും പതിവായിട്ട് അങ്ങോട്ട് കഴിച്ചോ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് 1 ഔൺസ് വാഴപ്പിണ്ടി നീര് അങ്ങോട്ട് കഴിക്കുക. ഈ കിഡ്നി സംബന്ധമായ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത്തരം പ്രശ്നങ്ങൾ, കിഡ്നിയിലുള്ള കല്ല് അല്ലെങ്കിൽ കിഡ്നിയിൽ ക്രിയാറ്റിൻ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശീലാക്കിക്കോ. അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് അതിന്റെ ഗൗരവം അനുസരിച്ച്, ഗുരുതരാവസ്ഥ അനുസരിച്ച് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കണം. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അതിന്റെ ഒപ്പം തന്നെ ഇതും കൂടെ ശീലിക്കുകയാണെങ്കിൽ അതിന്റെ ആ കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി വാഴപ്പിണ്ടി നീര് കൊണ്ട് ഒരു ഉപയോഗം കൂടി ഉണ്ട്. ഈ തയ്യാറാക്കിയ നീരില്ലേ, 1 ഔൺസ് നീര്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ദിവസേന പതിവായിട്ട് വെറും വയറ്റിൽ അങ്ങോട്ട് സേവിക്കാമെങ്കിലേ ഈ പ്രമേഹം, ഡയബറ്റീസ് ഉള്ളവർക്ക് അത് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ വാഴപ്പിണ്ടി നീരിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എന്നും പതിവായിട്ട് രാവിലെ സേവിക്കാമെങ്കിൽ ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഗുണമായി. അപ്പൊ വാഴപ്പിണ്ടി കഴിഞ്ഞു. ഇനി നമുക്ക് വാഴക്കിഴങ്ങില്ലേ, ഇതും തോരൻ വെച്ച് കഴിക്കാം. ഈ വാഴപ്പിണ്ടി മുതിരയും കൂടി തോരൻ വെച്ച് കഴിച്ചാൽ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവർക്ക് വളരെ വിശേഷം കേട്ടോ. കിഡ്നിയിൽ കല്ല് കൂടെ വരാൻ, ഈ വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്കാണ് ഇത് കൂടുതൽ വരിക. എന്നാലും ചില ദേഹപ്രകൃതിക്കാർക്ക് കൂടെ ഒരു 6-7 വർഷത്തിനുള്ള 2-3 പ്രാവശ്യം ഈ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ കാണുന്നവര് ഈ വാഴപ്പിണ്ടി നീര് കുടിക്കുക, അതുപോലെ ഈ വാഴപ്പിണ്ടി മുതിരയും കൂടെ തോരൻ വെച്ച് കഴിക്കുക. അതങ്ങോട്ട് നിത്യേന ശീലാക്കിയോ. ഇതിന് വേറെ നല്ലൊരു സംഗതിയും കൂടെ ചേർക്കാം, അമരക്ക ഉപ്പേരി, അതും ഇതിന് നല്ല, അത് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ വാഴപ്പിണ്ടിയുടെ നീര് കിഡ്നി സ്റ്റോണിനും മൂത്രനാളി സംബന്ധമായ രോഗങ്ങൾക്കും മാത്രമല്ല, അതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹത്തിനും ഗുണം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വാഴക്കിഴങ്ങ്, ഇതും വാഴക്കല്ലൻ എന്ന് വിളിക്കും. വാഴയുടെ അടിയിലുള്ള ഭാഗം, വാഴയുടെ വിത്തില്ലേ, അത് നിങ്ങൾ ഈ വാഴയൊക്കെ പിരിഞ്ഞു വയ്ക്കുമ്പോൾ അത് ചുമ്മാ കളയണ്ട. അതിന്റെ ആ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ്, കാണാനൊന്നും വലിയ ചന്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമ്മൾ ഈ ചേന പോലെ അത് ചെത്തിക്കളഞ്ഞിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അത് തോരൻ വെച്ച് കഴിച്ചാണ്ടല്ലോ, നല്ല ഏറ്റവും ചെറുതായിട്ട് അരിയുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ധാരാളം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഇങ്ങനെ വാഴ കുറേ ഉണ്ടായിരുന്ന കാലത്തെ നമുക്ക് ഇതിങ്ങനെ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ എന്നറിയോ. നമുക്ക് ഇത്
തോരനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂടുന്നതിന്, രക്തശുദ്ധി വരുന്നതിന്, കൊളസ്ട്രോൾ കുറയുന്നതിന്, ദഹനം ശരിയാകുന്നതിന്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആമാശയത്തിലും അതുപോലെ കുടൽമാലയിലും ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുക, വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റോ ഗ്രോത്തോ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ ഫാറ്റി ലിവർ, ഇത്തരം സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും വാഴക്കിഴങ്ങ് നിത്യേന ശീലിക്കുകയാണെങ്കിൽ. അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടതായ സംഗതികൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് ഗവേഷണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അപ്പൊ അങ്ങനെ വാഴക്കിഴങ്ങ് നല്ലതാണ്, ആരും കളയരുത്, കിട്ടുമെങ്കിൽ കഴിക്കാനായിട്ട് ശീലിക്കുക. ഓക്കെ, ഇനി ഇതുകൊണ്ട് വേറൊരു രോഗചികിത്സയുണ്ട്. എന്താണെന്നറിയോ? വാഴക്കിഴങ്ങ് ചുട്ടിടുക, കനലിലിട്ട് ചുടണം കേട്ടോ, ഗ്യാസിലൊന്നും ഇട്ട് ചുട്ടാൻ പറ്റില്ല. കനൽ കൂട്ടിയിട്ട് അതിൽ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് നല്ലോണം പൊടിക്കുക. പൊടിച്ചു കഴിയുമ്പോൾ ഭസ്മാക്കി കഴിഞ്ഞാൽ നല്ല ക്ഷാരഗുണ. അതിന് പുടവാകവിധിയൊക്കെ വേറെ ഉണ്ട്. അത് ശീലമണ്ണ് ചെയ്ത് അതിൽ മണ്ണ് പൊതിഞ്ഞിട്ട് ചാണകവരലിട്ടിട്ട് അതിലിട്ട് വേവിച്ച് പുടം ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ ചുട്ടെടുത്ത് പൊടിച്ച് അരച്ചെടുക്കുന്ന ഭസ്മല്ലേ, ആ ഭസ്മം നമുക്ക് ഭസ്മം ആയതുകൊണ്ട് അധികം പാടില്ല. ഒരു 3 നുള്ള് അതൊരു 1/4 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് ചാലിച്ചിട്ട് 3 നേരം ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് സേവിച്ചാലേ കുറച്ച് ദിവസം കൊണ്ടൊന്നും നടക്കില്ല കേട്ടോ. നിത്യേന ശീലിക്കണം. എന്താ ഗുണമെന്നറിയോ? ഈ സ്ഥിരമായിട്ട് അസിഡിറ്റി, പുളിച്ചു തേട്ടുക, നെഞ്ചരിച്ചിലുണ്ടാവുക, ഇത്തരക്കാരും ഒരുപാടുണ്ടെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണ സാമഗ്രി സാധനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന ഈ വിഷാംശങ്ങൾ തന്നെ അതിന്റെ കാരണം. പിന്നെ നേരം തെറ്റിയുള്ള ഭക്ഷണം, അമിതമായ ഉത്കണ്ഠ, പല സമയത്ത് പല സ്ഥലത്ത് പല സംഗതികൾ കഴിക്കുക, മാറി മാറി കഴിക്കുക. ഇന്ന് 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ 2 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഞെട്ടരുത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ളവരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ശീലിക്കുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹങ്ങൾ തകരാറിലാവുമ്പോഴാണ് ഈ അസിഡിറ്റി, നെഞ്ചരിച്ചിലും പുളിച്ചേട്ടിലും ഒക്കെ ഉണ്ടാവുന്നതിന്റെ പകുതി പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരക്കാർക്ക് വാഴക്കിഴങ്ങ് ചുട്ട ഭസ്മം ഒരു 3 നുള്ള് അല്ലെങ്കിൽ 4 നുള്ള്, അതിൽ കൂടുതൽ എടുക്കരുത്. അതിൽ ഒരു 1/4 ടീസ്പൂൺ തേനും ചേർത്ത് നന്നായിട്ട് ചാലിച്ചിട്ട് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിച്ചാൽ ഈ അസിഡിറ്റിയും അൾസറും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ പഴങ്ങളാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം അറിയാവുന്ന സംഗതി. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഈ വാഴപ്പഴം ഡിന്നറിന് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളുടെ വയറ് നിറഞ്ഞു കിട്ടും. ഒത്തിരി മറ്റ് വെയിറ്റ് കൂട്ടുന്ന ഘടകങ്ങൾ ഒത്തിരി ഇല്ല. എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നേന്ത്രപ്പഴം കഴിച്ചാൽ വെയിറ്റ് കൂടും. അല്ലേ? അതിപ്പോ നമ്മൾ എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം ശരീരത്തിന് പറ്റിയിരിക്കുന്നവരോ ഒക്കെ ശരീരത്തെ നന്നാക്കുന്നതിന്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉദാഹരണത്തിന് IBS പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും അവർക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവല്ലോ ഒരു സ്റ്റേജിൽ. ചിലപ്പോൾ കഷ്ടകാലത്ത് നമ്മുടെ മരുന്ന് ചികിത്സ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ശേഷമായിരിക്കും വെയിറ്റ് കുറയുക. അപ്പോഴും അവർ വിചാരിക്കും ചികിത്സയുടെ തെറ്റുണ്ടാകും. അങ്ങനെയല്ല, IBS ആണോ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റിനെ പിടിച്ചു നിർത്തുന്നതിനായിട്ട് നമ്മൾ നിർദ്ദേശിക്കുക നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് വിളിക്കും തെക്കോട്ടൊക്കെ, നന്നായിട്ട് പഴുത്തത് പുഴുങ്ങി രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കാൻ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, ശരീരഭാരം കുറയുന്നതിന് തടയാനായിട്ട് സഹായിക്കും. എന്താ വെച്ചാൽ ഏത്തപ്പഴത്തിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള സംഗതികളാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കരുത്, റോബസ്റ്റ് ഒക്കെ ആയിരിക്കും അതിന് ഉത്തമം. അങ്ങനെ വാഴപ്പഴത്തിന് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും പഴക്കമുള്ള പഴമാണ് വാഴപ്പഴം. ഓക്കെ, അപ്പൊ നമ്മൾ വാഴയിലാണ് തുടങ്ങിയത്. പക്ഷെ ഇത്രയും ഗുണങ്ങൾ അതിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സംഗതികൾ കേട്ടോ. എൻ്റെ ഒരു എളിയ അറിവ് ഇതിലേക്ക് കൂട്ടിച്ചേർത്തെന്ന് മാത്രം. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റെല്ലാവർക്കും എത്തുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ആവർത്തിച്ച് കാണുക. ഓക്കെ, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന 9 മണിയുടെ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.